ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഇതുവരെ സെയിലിനായിട്ട് കൊണ്ടുവരാത്ത ഒരു പ്ലാന്റുമായിട്ടാണ്. ഈ ഒരു പ്ലാന്റാണ് ഏഷ്യാറ്റിക് ലില്ലി. അപ്പോൾ ഇതിൻ്റെ നിറയെ മുട്ടുകളായ പ്ലാന്റ്സാണ് നമ്മളിന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവുകയുള്ളൂ. എല്ലാം തന്നെ ഇതുപോലെ മുട്ടുകളായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കളേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാനാവില്ല. ഇതിൻ്റെ പൂക്കൾ നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ടാവുക ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സിലാണ്. ഒരുപാട് കളേഴ്സിൽ ഈ ഒരു പ്ലാന്റ് ഉണ്ട്. നമുക്കിപ്പോൾ കളർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തരാനാവില്ല. സ്റ്റെമ്മിൻ്റെ ആ ഒരു കളർ വേരിയേഷനൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നോ രണ്ടോ കളേഴ്സായിട്ട് അയക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതേ സൈസിലുള്ള പ്ലാന്റ്, മുട്ടുകൾ വന്ന ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റാണ് സെയിലിനുള്ളത്. ഈ ഒരു പ്ലാന്റ് പൂക്കൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സാധാരണ ലില്ലി പ്ലാന്റ്സ് പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഉണങ്ങിപ്പോകും. അതിനുശേഷം അതിൻ്റെ മണ്ണിൽ ആ ഒരു ബൾബ് ഉണ്ടാവും. ആ ബൾബ് നിങ്ങൾ മണ്ണിൽ തന്നെ വെക്കാതെ മണ്ണിൽ നിന്നത് എടുത്ത് തണലത്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പ്ലാന്റ്സ് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. കുറച്ച് റെയറായിട്ട് കിട്ടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട്. അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ്. ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് വരിക. ആ സ്റ്റെമ്മിനൊരു ലൈറ്റ് ഗ്രീന്, അതുപോലെ ഇതുപോലൊരു ഡാർക്ക് കളറൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ പൂക്കൾക്ക് ഇതുപോലെ തന്നെ എല്ലാ പ്ലാന്റ്സിലും മുട്ടുകളായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു പ്ലാന്റ് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഏരിയയിലാണ് വെച്ച് വളർത്തേണ്ടത്. അതുപോലെ ഒരുപാട് വാട്ടറിങ് ആവശ്യമില്ല. കാരണം ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫൊക്കെ അത്യാവശ്യം ഫ്ലഷി ആയിട്ടുള്ള ലീഫാണ്. അതുപോലെ ബൾബുകൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ബൾബ് ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം നനവ് കൊടുത്ത് വളർത്തേണ്ട ഒരു പ്ലാന്റാണിത്. ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് പാറ്റേൺ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെ അടുക്കടുക്കായിട്ടുള്ള ഇലകളാണ്. അപ്പോൾ ഈ ഒരു ഏഷ്യാറ്റിക് ലില്ലി പ്ലാന്റ് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. നല്ല ഹെൽത്തി പ്ലാന്റാണ്. അധികം പ്ലാന്റ് നമ്മൾക്ക് സ്റ്റോക്കില്ല. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം മെസ്സേജ് ചെയ്തോളൂ. പ്ലാന്റ്സ് സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുൻപേ നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങാവുന്നതാണ്. ഈ ഒരു പ്ലാന്റ് പൂക്കളെല്ലാം കൊഴിഞ്ഞ ശേഷം പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോകും. എങ്കിലും അതിൻ്റെ ബൾബ് മണ്ണിൽ തന്നെ ഉണ്ടാവും. നമ്മൾ സാധാരണ ചെടികളുടെ വിത്തുകളൊക്കെ എടുത്ത് വെയിലത്തിട്ട് ഉണക്കുന്നത് പോലെ ഇത് ഉണക്കണ്ട. ഇതാണ് ഏഷ്യാറ്റിക് ലില്ലിയുടെ ബൾബുകൾ വരിക. ബൾബിലുള്ള വെള്ളമെല്ലാം തോർന്ന ശേഷം എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സീസണിലും പ്ലാന്റ്സ് ആക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള പ്ലാന്റ്സ് ഇതൊക്കെ തന്നെയാണ്. ഇതുപോലെ ഏകദേശം ഒരു ഓറഞ്ച് കളറാണെന്ന് തോന്നുന്നു. ഈ ഒരു സ്റ്റേജിലാണ് മുട്ടുകൾ വന്ന് നിൽക്കുക. അപ്പോൾ ഈ ഒരു ഏഷ്യാറ്റിക് ലില്ലി പ്ലാന്റ് വേണ്ടവർ മെസ്സേജ് ചെയ്യുക. റേറ്റ് വരുന്നത് 140 രൂപ പ്ലസ് CC ആണേ. അടുത്ത പ്ലാന്റ് വരിക പോയിൻസെറ്റിയാണ്. പോയിൻസെറ്റിയുടെ 2 കളേഴ്സ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. റെഡും അതുപോലെ തന്നെ ഡാർക്ക് യെല്ലോയും. ഒരു പ്ലാന്റിന് 190 രൂപയാണ് റേറ്റ് വരിക. ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. അപ്പോൾ പോയിൻസെറ്റിയ പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. 2 കളറ് മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ. ഏതെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ പ്ലാൻസ് അയക്കുക DTDC വഴിയായിരിക്കും. അതുപോലെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. പേയ്മെൻറ്റ് ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ചു തുടങ്ങുന്നത്. അടുത്തത് വരിക മിനിയേച്ചർ ഡാലിയയാണ്. മിനിയേച്ചർ ഡാലിയയുടെ കോംബോയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. കുറേയധികം കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കളർ സെലക്ട് ചെയ്ത് അയക്കാനാവില്ല. കാരണം പൂക്കളുള്ള 3 ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും. 3 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. ഇതൊക്കെയാണ് കളേഴ്സ് വരിക. കളർ സെലക്ട് ചെയ്ത് അയക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ 3 പ്ലാന്റിന് 150 രൂപ പ്ലസ് CC ആണ് മിനിയേച്ചർ ഡാലിയയുടെ റേറ്റ് വരിക. നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇടയ്ക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. കഴിഞ്ഞ നമ്മൾ കോംബോയിൽ 9 കോംബോ ഓഫേഴ്സ് കൊണ്ടുവന്ന സമയത്ത് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം നമുക്ക് പുതിയ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ മിനിയേച്ചർ ഡാലിയ പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്.
അടുത്തത് വരിക നാടൻ ജമന്തിയുടെ കോംബോയാണ്. 4 പ്ലാന്റിൻ്റെ കോംബോയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യത്തെ കളർ വരിക ഡാർക്ക് റെഡാണ്, നല്ല മെറൂൺ കളർ എന്ന് പറയാം. രണ്ടാമത്തേത് ഈ ഒരു യെല്ലോ കളറാണ്, ഒരു മിനിയേച്ചർ ടൈപ്പാണ്, ഒത്തിരി ഹൈറ്റ് വെക്കാത്ത ടൈപ്പാണ്, എങ്കിലും നാടൻ ജമന്തിയാണ്. മൂന്നാമത്തെ കളർ ഈ ഒരു ഡബിൾ കളറാണ്, ഒരു വൈറ്റും അതുപോലെ ഒരു പിങ്ക് കളറൂടെയാണ് പൂക്കളിൽ വരിക. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, എല്ലാം തന്നെ പൂക്കളിട്ട് തുടങ്ങിയ പ്ലാന്റ് ആയിരിക്കും അയക്കുക. നാലാമത്തേത് ഈ ഒരു ഡാർക്ക് പർപ്പിൾ കളറാണ്. 4 കളറാണ് കോംബോയിൽ വരിക. 4 പ്ലാന്റിന് 200 രൂപ പ്ലസ് CC ആയിരിക്കും റേറ്റ് വരിക. അപ്പോൾ നാടൻ ജമന്തിയുടെ ഈ ഒരു കോംബോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.